of a kind to hold beside and fall behind. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times with all the color, more like a treasure. We're hopeless minds. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times with all the color, more like a treasure. We're hopeless minds. Dim dana dim dim na 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 dim. Now when I fall through the endless light, you stay here laugh and cry, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Looking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Walking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Through this forever we stay together, through hopeless times with all the color, more like a treasure. We're hopeless minds. Dim dana dim dim na dim dana dim dim na dim dana dim dim na dim dim dana dim dim na dim dana dim dim na dim dana dim dim na dim dim dana dim dim na dim dana dim dim na dim dana dim dim na dim dim dana dim dim na dim dana dim dim na dim dana dim dim na dim. It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. Every season, every memory made, all the dreaming led us here today. Can you see it? We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. Never felt my heart beat so wild while the sunset sets the night on fire. You and me here, and it feels so right. We got a beautiful story. Every moment on and on, we got a beautiful story. ഞങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ,
കാരുണ്യവാനായ ദൈവമേ, മാംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹയെയും ജോഷുവയെയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനസായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും പ്രതിഷ്ഠ ഈശോയുടെ ദൈവമേ, ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങനെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സഹനങ്ങളെല്ലാം ആശ്വാസമായി ചെയ്യണമേ. ഞങ്ങളുടെ ആരെങ്കിലും അങ്ങേ പ്രിയനായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലെയും ഉടനാവുന്നതിനെയും സമ്മതമായി ചെയ്യണമേ. ഞങ്ങളുടെ വസ്തുക്കളുമാകണമേ. പ്രവേശിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ ബുദ്ധികളിൽ നിന്നും ഞങ്ങളെ കൊണ്ടുവരണമേ. സ്വർഗ്ഗത്തിലെ കണ്ടാനിരുവാൻ ഞങ്ങളെല്ലാവരും ഞങ്ങളെ പ്രതിഷ്ഠയും അങ്ങനെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷിക്കണമേ. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ. കൺചിമ്മാതെ കാക്കാമെന്നോമലേ, ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ. പ്രവേശിക്കുമ്പോൾ ഇവരെ ജോഷി ഷാജി, അതുപോലെ സ്നേഹിച്ച ജോഷി, ഇവരുടെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ഇവരുടെ മാതാപിതാക്കളെ ഇവരുടെ സമർപ്പിക്കാം. ഇവരുടെ തീരുമാനങ്ങൾ അവരുടെ സന്നിധികളെ അറിയിക്കുവാനുള്ള വലിയ അവസരമാണ് ഇന്നത്തെ തിരുക്കർമ്മത്തിലൂടെ ഏർപ്പെടുന്നത്. പ്രത്യേക
കുടുംബാംഗങ്ങളെയും നമ്മുടെ സംബന്ധമായിട്ട് നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോഷി ഷാജിയും അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും മിത്രാലയങ്ങൾക്കും കോട്ടപ്പടിയുടെ വകയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ഈ തിരുവനന്തപുരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ ജോഷി അവരെ കോട്ടപ്പടിയിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ജോഷി ഷാജിയെ പ്രത്യേകത്തിൽ സ്വാഗതം ചെയ്തു. നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാന പ്രത്യാശയും ഇപ്പോഴും എനിക്കും സ്വർഗസ്വനായ പിതാവേ, മനുഷ്യവംശത്തിന്റെ നിരന്തരമായവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത് അങ്ങേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പൂർവ്വപിതാവായ സൗഭാഗ്യനെയും അവന്റെ ജീവിതങ്ങളെയാകെ തെരഞ്ഞെടുപ്പിലേക്കും അതിലെ ചേർന്നാണ് വ്യാപാരഞ്ഞിരിക്കുന്ന ഈ ജോഷിയെയും സ്നേഹിച്ച ജോഷിയെയും അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യ മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടുകൂടി യുവാവാക്കാൻ നടത്തുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സുരേശ്വരാൻ നീക്കുകയും കർത്താവ് നൽകുന്ന അനുഭവിച്ചവരെയും സഹായിപ്പായി കണ്ടെത്ത പഴയ കർത്താവ് യുവാവാക്കാൻ നടന്നിരിക്കുന്ന ദാസരെ അനുഗ്രഹിക്കണമേ. ധനികൃതരാകും വിശുദ്ധ വലയം കർത്താവിനെ കണ്ടു നൽകും. നിങ്ങൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും ഞങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. അകൃതനാകുന്ന നന്മ ചെയ്യുക സമാധാനം തേടി സകല സൗഭാഗ്യത്തോടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. Martino
സമാധാനം നിങ്ങളോടുകൂടെ. സ്നേഹനിറഞ്ഞ ദിവസം നമ്മുടെ ജോഷുവയ്ക്കും അതുപോലെ തന്നെ സ്നേഹയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന്റെ ജീവിതത്തിൽ പഠിപ്പിച്ച നിസ്വാർത്ഥമായ സ്നേഹത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ബോധത്തിൽ നിന്നാകണം ഈ തിരുവനന്തപുരത്തിൽ ഉണ്ടാകേണ്ടത്. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു നിമിഷമാണ് കൂട്ടായ്മ. 2-3 പേര് പ്രാർത്ഥിക്കുന്നിടത്ത് മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് തമ്പുരാൻ തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു തിരുക്കർമ്മത്തിലൂടെ അവരുടെ താല്പര്യം ഓരോരുത്തർനാള് തമ്പുരാന്റെ സന്നിധിയിലും സമൂഹത്തിന് മുമ്പിലും എടുത്ത തീരുമാനം ഏറ്റുപറയാനുള്ള അവസരം, ഇതൊക്കെ വഴിവെക്കുന്നത് ദൈവമാണ്. ഇപ്പോൾ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാനായിട്ട് ഇനി മുതൽ ഏർപ്പെട്ടവരാണ്. ഈ ഒരു ദേവാലയത്തിൽ ഇത്ര പേര് നിങ്ങൾക്ക് ചുറ്റും സാക്ഷികളാണ്. നിങ്ങളെ പഠിപ്പിച്ചവർക്കൊക്കെ മാതാക്കളും നിങ്ങളൊപ്പം. എന്നാൽ വിവാഹം ഉദാശയോടുകൂടെ നിങ്ങൾ രണ്ടുപേരും ഒരു മുറിക്കുള്ളിലാണ്. ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നതും സഹകരിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കൃപ നമ്മളിൽ മുതൽ പ്രാർത്ഥിച്ചു വരണം. യുവാക്കൾ ഉദാശയെങ്കിലും ദൈവാലയത്തിൽ നിങ്ങൾ പോയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളൊക്കെയും അനുഗ്രഹപ്രദമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടോ? തമ്പുരാന്റെ സന്നിധിയിൽ അല്പനേരമെങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ഉദ്യമം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല, വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നതല്ല ഈ കുടുംബബന്ധം എന്ന് പറയുന്നത്. കുടുംബത്തെ രൂപപ്പെടുത്തിയത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ബോധ്യത്തോടുകൂടി ഈ തിരുവചനഭാഗം നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൂടിയുള്ളതാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അംഗീകൃതമായ ജീവിതം നയിക്കുവാനും വേണ്ടവർക്ക് ഇവർക്കെല്ലാം നൽകണം. ഇവരെ സ്നേഹത്തിലും ഐക്യത്തിലും സംരക്ഷിക്കണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രധാനപ്പെട്ട മുഖ്യമായ തിരുക്കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവരുടെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ട് തമ്പുരാന്റെ സന്നിധിയിലെ തീരുമാനങ്ങൾ ഏറ്റുപറയാനുള്ള ഒരു തിരുക്കർമ്മത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാതാക്കളെയും തമ്പുരാനിലേക്ക് സമർപ്പിക്കാം. ഇവരിന്നേ ദിവസം ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിലും സഭയുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലുമാണ്. അതനുസരിച്ച് ജീവിതത്തിൽ പഠിക്കുവാൻ ഇവരുടെ ദൈവം തന്നെ അനുഗ്രഹം ചെയ്യേണ്ട പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിച്ചു. ശരിയായ അറിവോട് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹം ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹനിശ്ചയം പരസ്യമാക്കാനുള്ള അവസരം തിരിച്ചു നിങ്ങൾക്ക് നൽകുകയാണ്. ജോഷുവ മിശിഹായോട് തിരുസഭയനുസരിച്ച് സ്നേഹിച്ചയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചോളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹിച്ച മിശിഹായോട് തിരുസഭയനുസരിച്ച് ജോഷുവയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചോളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹനിശ്ചയം നടത്തിയ നിങ്ങളെ ജോഷുവയെ സ്നേഹിക്കുകയും മിശിഹായെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. തിരുകുടുംബത്തിന്റെ സംരക്ഷണവും സഹായവുമായി സകലത്തിന്റെയും നാഥ എന്നേക്കും
നീയാണിൻ യുവമണവാ
മുഹൂർത്തത്തിൽ സ്നേഹ ചേച്ചിയുടെയും ജോഷു ചേട്ടന്റെയും കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസം. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ ചോർച്ചയും സ്നേഹയും വിവാഹങ്ങളുടെ കൂടാശ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്നും പള്ളിയിലെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ദൈവാനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി ഇപ്പം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ആശംസകളും സ്നേഹങ്ങളും എല്ലാം ഏറ്റുവാങ്ങാനായിട്ട് ഈ സമയത്ത് നമുക്ക് അവരെല്ലാം അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ വിവാഹ ജീവിതം ഏറ്റവും നന്നായി വാല്യൂട്ടിലെ ഒരു ക്രൈസ്തവ വിവാഹ കുടുംബത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഈ മനസ്സമ്മതത്തിൽ കടന്നു വന്നപ്പോൾ ഇന്ന് കൊച്ചച്ഛൻ എന്നോട് ചോദിച്ചു ഒരു ചെറിയ സന്ദേശം കൊടുക്കാവുന്നു. ഞാൻ കൊച്ചച്ഛനോട് പറയുകയും ചെയ്തു ഞാൻ സന്ദേശം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവരെ കാത്തു നിന്ന് സമയം വൈകിപ്പോയി. 12 മണിക്ക് വേറെ നാമോദിച്ചുള്ളതുകൊണ്ട് അപ്പം എനിക്ക് സന്ദേശം പറയാനേ പറ്റി. അപ്പോൾ ആ ചെറിയ സന്ദേശം എനിക്കും പറയാം. നിങ്ങളെല്ലാവരും അത് കേൾക്കുന്നത് എനിക്ക് വളരെ ഉറപ്പായ വിശ്വാസമാണ്. ഞാൻ ഒക്ടോബറിലെ അവസാനത്തിലെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ സ്നേഹയും ജോഷിയും കണ്ടിരുന്നു. അന്ന് എന്നോട് സ്നേഹം ചോദിച്ചു എൻ്റെ വിവാഹ ക്ഷണത്തിൽ വെക്കാൻ പറ്റിയ ഒരു ബൈബിൾ കൊട്ടേഷൻ വേണം. ഞാൻ പറഞ്ഞു പിന്നെ നോക്കിയിട്ട് ഞാൻ പിന്നെ പറയാം. പിന്നെ ആ സമയത്ത് എനിക്കൊരു ഇൻസ്പിറേഷനായി എനിക്കൊരു എൻ്റെ മനസ്സിൽ വളർന്നു വന്ന ഒരു കൊട്ടേഷനാണ് അവളുടെ കാലിലെ കൊട്ടേഷൻ്റെ എഴുതിയിരിക്കുന്നത്. അത് ഉത്തമഗീതത്തിലുള്ളതാണ്. സോമം അധ്യായം 8-ാം അധ്യായത്തിലെ 7-ാം തിരുവചനമാണ്. Many waters cannot plunge down, neither can floods drown it. എനിക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം. കാരണം ദൈവം സ്നേഹമായിട്ടാണ് അവതരിച്ചത്. ദൈവം സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം എന്നും അനുഗ്രഹം വളർന്നു വലുതാവട്ടെ എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ വന്നത് തീയിടാനാണ്. ആ തീ കത്തിച്ചൊലിക്കാനായിട്ട് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നാണ് കർത്താവ്. അത് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അത് എന്നും നടക്കട്ടെ എന്നതാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഞാനിന്ന് സന്ദേശം പറയാനായിട്ട് ആഗ്രഹിച്ചതായിരുന്നു വിവാഹമെന്ന കൂതാശയുടെ ഏറ്റവും അടിസ്ഥാനമായ കൂതാശ. ആദ്യത്തെയും അവരെയും സൃഷ്ടിച്ചിട്ട് പിതാവായ ദൈവം അവർ രണ്ടുപേരും അനുഗ്രഹിച്ചു. ആ സമയത്താണ് ആദ്യത്തിന് സന്തോഷിക്കാനായിട്ട് സാധിച്ചത്. ആദ്യത്തിന് സന്തോഷിക്കാനായിട്ട് സാധിച്ച ആ സമയത്താണ്. അപ്പോൾ ആ കൂതാശ വലിയ ദൈവത്തിന്റെ വളരെ ആഴമേറിയ കൂതാശയാണ്. മറ്റെല്ലാ കൂതാശകളും ഈ ഒരു കൂതാശയെ ഫലവത്താക്കാനും ഈ കൂതാശ വളരെ നല്ല രീതിയിൽ നടക്കാനും ഒരു നല്ല ദൈവത്തിന് പങ്കുവെക്കാനുമായിട്ട് മറ്റുള്ള കൂതാശകളെല്ലാം ഈ കൂതാശ സഹായിക്കും. പലരും പറയാറുണ്ട് പുരോഹിത തിരുപ്പട്ടാണ് ഏറ്റവും മഹത്തമായ കൂതാശ. ഞാൻ നിങ്ങളോട് പറയുന്നത് തിരുപ്പട്ടല്ല ഏറ്റവും വലിയ കൂതാശ, അത് വിവാഹമുള്ള കൂതാശ. കാരണം വിവാഹത്തെ കൂതാശ ഇല്ലെങ്കിൽ മറ്റുള്ള കൂതാശകളൊന്നും തന്നെ ഇല്ല. ഒരു പുരോഹിതൻ ആർക്ക് വേണ്ടിയാ മാമൂല് കൊടുക്കുക? വിവാഹമുള്ള കൂതാശ. അപ്പൊ എല്ലാ കൂതാശകളും ഈ വിവാഹ കൂതാശയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കൂതാശ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട സ്നേഹമായിട്ട് ഇടപെടേണ്ടത് കാണിക്കുക. ഇനി മനസ്സമ്മതം സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ മനസ്സമ്മതത്തിനെ പറ്റി അധികമൊന്നും പരാമർശങ്ങളില്ല. മാതാവിന്റെയും ഔസേപ്പിന്റെയും വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു മനസ്സമ്മതം കഴിഞ്ഞു എന്ന്. ഈ മനസ്സമ്മതം കഴിഞ്ഞപ്പോഴാണ് മാതാവിന്റെയും ജോസഫിന്റെയും അടുത്തേക്ക് മാതാക്കന്മാർ വരാനായിട്ട് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് തുടങ്ങിയത് ആ സമയത്താണ്. ഇതുപോലെ ഈ കുറച്ച് ദിവസങ്ങൾ
മാലമാരും ദൈവമാരും ഒക്കെ വളരെ വെളിപ്പെടുന്നതുമായിട്ട് നിങ്ങളടുത്ത് വരട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ 1000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും മഞ്ഞിൻ ചൂട് നൂറാണിനിൽ ചിറകിന് ചേലവും തൂവല്. നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ 1000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും മനസാലെ മൂളുന്നു സമ്മതം. താരകൾ മിന്നുന്നു ഇനി 100,000 ഒരു പൂക്കാലം കൺകളിലാടുന്നു. രാവേതോ വെണ്ണതിയാവുന്നു. കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ നിലാവിതൾ മെനഞ്ഞൊരാ കൂട് തേടിയോ. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ 1000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും
ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തുളുമ്പുന്നതെന്തോ ഇതെന്തോ
ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി
മലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുമേ ജീവനേ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും നിന്നുമേ ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ സങ്കടങ്ങളിൽ ഈ കുടുംബത്തിലെയും ഇവിടെ വന്നിരിക്കുന്നവരെയും സമ്മതമായ ഗ്രഹിക്കുന്നേ ഞങ്ങളെ കുടുംബങ്ങളെ വിശ്വസിക്കുന്നേ ആത്മീയമായ എല്ലാ ബന്ധുക്കളിലും ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ